മനുഷ്യർ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ബോർഡ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുന്നിലേക്കാണ് ഈ കാഴ്ചകൾ നമ്മൾ വെക്കുന്നത്. എന്തിനാണ് വീടുകളുടെ മുന്നിൽ ഇങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലുള്ള ആളുകളുടെ ആത്മാഭിമാനമാണ് വിഷയം, ഇങ്ങനെയുള്ള ബോർഡ് പാടില്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെ ബോർഡ് കാണുന്നു, അത് ഒഴിവാക്കേണ്ടതല്ലേ? 2.5 തന്നിട്ടുള്ളൂ. 2.5 ഇത് എന്നിട്ട് 3.5 എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വെച്ച അയാൾക്ക് അറിയത്തില്ലായിരുന്നു. ഇത് എഴുതി ഇതൊരു വൃത്തിയില്ലാത്ത പോലെയല്ല ഇല്ല, അത് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവർ എഴുതി പോയി നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നല്ലേ അറിയുന്ന ഇതിങ്ങനെ എഴുതണം, പൈസ മേടിച്ചെൻ്റെ. ഇങ്ങനെ ഇത് എഴുതി വെച്ച് കാണുമ്പോൾ വിനേച്ചിക്ക് എന്താ തോന്നല്? വൃത്തിയില്ലാന്ന് തോന്നും. അവരൊരു തെളിവിന് എഴുതി വെച്ചതാണ്. ബീഹാറിൽ വോട്ടർ സൈക്കിൾ ഡയറി പോയപ്പോൾ അവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കൊടുത്ത വീടുകളിൽ ഇങ്ങനെ വലിയ ബോർഡ് വെച്ചിരുന്നു. അതിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നോ വീട്ടുകാരൻ്റെ പേരും പദ്ധതി തുകയൊക്കെ എഴുതി. അങ്ങനെ ഒരു വാർത്ത നമ്മൾ കൊടുത്തപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇത് എന്താണ്, ഇതിങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിലേക്കാണ് ആറളത്തെ ഈ കാഴ്ച നമ്മൾ വെക്കുന്നത്. മനുഷ്യർ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ബോർഡ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാറ്റി കളയണം ഇത്. ഇതല്ല, ഇത് ഇവിടെ വീടിന് മുമ്പിൽ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല, ആരും വന്ന് നോക്കുന്നുമില്ല. ഇത് മായ്ക്കണം. വീടിന് ഇങ്ങനെ കാണുമ്പോ എന്താ പറയാനേ, മായ്ക്കണം, അതാണ് ഇവർക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുന്നിലേക്കാണ് ഈ കാഴ്ചകൾ നമ്മൾ വെക്കുന്നത്. ആറളത്തെ ആദിവാസികൾ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വീടുകൾക്ക് മുന്നിൽ ഇങ്ങനെ മഞ്ഞ ബോർഡുകളുണ്ട്. അതുകൂടി മായ്ച്ചു കളഞ്ഞാലേ ഇക്കാര്യത്തിൽ നമ്മൾ മാതൃകയാണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു.